തങ്ങളുടെ മിടുക്ക് കാണിക്കാനാണ് ഇന്ത്യയിൽ കയറി പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയധികം ശക്തമായ രീതിയിലാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാന് കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു. രാജ്യം പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടി. ഇപ്പോൾ മറ്റൊരു മുട്ടൻ പണിയാണ് രാജ്യത്തിന് കിട്ടിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ സ്വപ്ന പദ്ധതിയായ കറാച്ചി ഖാസിം പോർട്ട് ഊർജ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയാണ്. പദ്ധതിയിൽ നിന്ന് ഖത്തർ ആസ്ഥാനമായി പ്രമുഖ നിക്ഷേപ സ്ഥാപനം അൽത്താനി ഗ്രൂപ്പ് പിന്മാറുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. CPECക്കായി പണം മുടക്കിയ ചൈനീസ് കമ്പനികളും ആകെ പ്രശ്നത്തിലാണ്. അവയും നിക്ഷേപം തിരികെ കിട്ടണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് രൂപം നൽകിയ പാകിസ്ഥാന്റെ സ്വപ്ന പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് പോർട്ട് ഖാസിം പവർ പ്ലാന്റ്. ഈ പദ്ധതി നടപ്പാവുന്നതിലൂടെ പാകിസ്ഥാന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് കണക്കാക്കിയിരുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക തലവര തന്നെ തിരുത്തുമെന്ന് കരുതിയ പദ്ധതിയിൽ നിന്നാണ് ഇപ്പോൾ ഖത്തർ കമ്പനിയുടെ പിന്മാറ്റം. ഖത്തർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട കമ്പനിയാണിത്. പോർട്ട് ഖാസിം പങ്കാളിത്ത പദ്ധതിയിൽ ചട്ടപ്രകാരം നിശ്ചിത തുക പാകിസ്ഥാനും നിക്ഷേപിക്കണം. ഇത് കണ്ടെത്താൻ പാക് സർക്കാർ തുടർച്ചയായി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പിന്മാറാനുള്ള അൽത്താനി ഗ്രൂപ്പിന്റെ ഈ നീക്കം. 1320 മെഗാവാട്ടിന്റെ കൽക്കരി അധിഷ്ഠിത ഊർജ ഉൽപാദന പദ്ധതിയാണിത്. മൊത്തം $209 കോടി മൂല്യമുള്ള പദ്ധതിയിൽ 49% ഓഹരി പങ്കാളിത്തമാണ് അൽത്താനി ഗ്രൂപ്പിനുള്ളത്. പദ്ധതിയിൽ $100 കോടി ഗ്രൂപ്പ് ഇതിനകം ചിലവാക്കി കഴിഞ്ഞു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാക് സർക്കാരിന് നിക്ഷേപം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ പദ്ധതി ഏറെക്കുറെ നിർജീവവുമായി. ഈ സാഹചര്യത്തിലാണ് ഓഹരി പങ്കാളിത്തം വിറ്റഴിയാനുള്ള സന്നദ്ധത അൽത്താനി ഗ്രൂപ്പ് അറിയിച്ചത്. പോർട്ട് ഖാസിം ഊർജ പദ്ധതിക്ക് നൽകാനുള്ള $45 കോടി ഉടൻ വീട്ടണമെന്ന് ഖത്തർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹമദ് ബിൻ ജാസിം ബിൻ ജാബിർ അൽത്താനി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് കഴിഞ്ഞ വർഷം നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണം വീട്ടാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ദോഹ ആസ്ഥാനമായ അൽ മിർഖബ് ക്യാപിറ്റലാണ് ഷെയ്ഖ് ഹമദ് ബിൻ ജാസിം ബിൻ ജാബർ അൽത്താനി കുടുംബത്തിന്റെ വിദേശ നിക്ഷേപ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നത്. പണം വീട്ടാൻ പാകിസ്ഥാൻ തുടർച്ചയായി വീഴ്ച വരുത്തിയതോടെ ഊർജ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം അൽ മിർഖബ് ക്യാപിറ്റൽ പാക് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. വിദേശ കമ്പനികൾ കൂട്ടത്തോടെ കളം വിടുന്നത് പാകിസ്ഥാന് വൻ നാണക്കേടുമായിട്ടുണ്ട്. ഒക്ടോബറിലെ കണക്കുപ്രകാരം പാകിസ്ഥാന്റെ കയ്യിൽ വെറും $1450 കോടി വിദേശ നാണയ ശേഖരമേ ഉള്ളൂ. ഈ പണം കൊണ്ട് രാജ്യത്തിന്റെ 3 മാസത്തെ ഇറക്കുമതി ആവശ്യമേ നിറവേറ്റാൻ സാധിക്കൂ. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം $69,000 കോടി ആണ്. ഒരു വർഷത്തിന്മേലുള്ള ഇറക്കുമതി ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യക്ക് ഇത് വെച്ച് കഴിയും. സാഹചര്യങ്ങൾ വഷളായതോടെ സമീപകാലത്ത് മൈക്രോസോഫ്റ്റ്, ഷെൽ, ടോട്ടൽ എനർജീസ്, പ്രോക്ടർ ആൻഡ് ഗാംബ്ലർ, എലെ, ലില്ലി, യൂബർ എന്നിങ്ങനെ തുടങ്ങിയ വിദേശ കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിച്ച് രാജ്യം വിട്ടിരുന്നു. കടത്തിൽ മുങ്ങിയ സർക്കാർ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഒട്ടും സൗഹൃദമല്ലാത്ത നിയമങ്ങളും നയങ്ങളും, രാഷ്ട്രീയ അസ്ഥിരത, അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷം, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങാൻ വിദേശ കമ്പനികളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആഭ്യന്തര സംഘർഷങ്ങളും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളും വർദ്ധിച്ചതോടെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ പാതയിലാണ്. അന്തരീക്ഷം മോശമായതോടെ പാകിസ്ഥാനിൽ നിന്ന് വൻകിട കോർപ്പറേറ്റ് കമ്പനികളും പിന്മാറുന്ന തിരക്കിലാണ്. 25 വർഷമായി പാകിസ്ഥാനിൽ സാന്നിധ്യമുണ്ടായിരുന്ന മൈക്രോസോഫ്റ്റ് അടുത്തിടെയാണ് അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. മൈക്രോസോഫ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല വൻകിട കമ്പനികളുടെ പിന്മാറ്റം. ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ പ്രവർത്തനം മൂലം വലിയ നേട്ടം കാണുന്നില്ലെന്നാണ് പല കമ്പനികളും പറയുന്നത്. പാകിസ്ഥാൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതും ആഭ്യന്തര സംഘർഷങ്ങൾ പതിവായതും ആഗോള കമ്പനികളുടെ പിന്മാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. പല ബ്രാൻഡുകളും തങ്ങളുടെ പ്ലാന്റുകളും ബിസിനസ്സുകളും പാകിസ്ഥാൻ കമ്പനികൾക്ക് കുറഞ്ഞ തുകയ്ക്ക് കൈമാറുകയാണ്. ലോകത്തെ വൻകിട മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിലൊന്നായ ടെലിനോർ അടുത്തിടെയാണ് തങ്ങളുടെ കമ്പനി പാകിസ്ഥാന് ടെലികമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് എല്ലാം വിറ്റൊഴിഞ്ഞത്. 2005 നോർവീജിയൻ കമ്പനിയായ ടെലിനോർ പാകിസ്ഥാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2017 $80 മില്യൺ മുടക്കി കമ്പനി പാക് മണ്ണിലെ ആസ്ഥാന മന്ദിരം പുതുക്കി പണിതിരുന്നു. 2022 തങ്ങൾ പാകിസ്ഥാൻ വിടുന്നതായി കമ്പനി പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് എല്ലാം വിറ്റൊഴിവാക്കാനുള്ള ഇടപാടിന് ഒക്ടോബർ 1
കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് പാകിസ്ഥാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായ ശേഷം ചില അവശ്യ വസ്തുക്കൾക്കായി പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ ആയിരുന്നു. എന്നാൽ അഫ്ഗാനുമായും സംഘർഷം കനത്തതോടെ ചരക്കു ഗതാഗതം താറുമാറായ അവസ്ഥയിലാണിപ്പോൾ. തക്കാളിയുടെ വില പാകിസ്ഥാനിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഇഞ്ചി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിലയും കൈവിട്ട നിലയിലാണ്. അഫ്ഗാനുമായുള്ള ഭിന്നതയ്ക്ക് പാക് ഭരണകൂടം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരും പറയുന്നത്. 40 ലക്ഷത്തോളം അഫ്ഗാനികൾ പാകിസ്ഥാനിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. ഇവരെ തിരിച്ചയക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം അപകടകരമായ നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 2025 ഒക്ടോബർ അവസാനത്തോടെ പാക് കേന്ദ്ര ബാങ്കായ സ്റ്റേറ്റ് ബാങ്കിന്റെ കൈവശം ഏകദേശം $14.5 ബില്യൺ ആണുള്ളത്. രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ആഗോള സമ്മർദ്ദങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചുവരുന്ന ബാഹ്യകടം, മന്ദഗതിയിലുള്ള കയറ്റുമതി, അസ്ഥിരമായ പണമടയ്ക്കൽ എന്നിവയുമായി പാകിസ്ഥാൻ പോരാടുകയാണ്. ഇത് രാജ്യത്തിന് കഷ്ടിച്ച് 3 മാസത്തെ ഇറക്കുമതി കവറേജ് മാത്രമേ നൽകിയിട്ടുള്ളൂ. മോശം സാമ്പത്തിക സ്ഥിതി പാകിസ്ഥാനെ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും മറ്റ് ആഗോള വായ്പാ ദാതാക്കളിൽ നിന്നും ആവർത്തിച്ച് ജാമ്യം നേടാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നതൊന്നും കാര്യമായി നടക്കുന്നില്ല. ഇന്ത്യയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ രാജ്യം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ 7 അയലത്തെത്താൻ പാകിസ്ഥാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.